ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഉപ്പ് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ട് കുറച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് കുറേ കയ്യിൽ നിന്ന് തെറിച്ചങ്ങ് പോയി. അതെന്ത് സംഭവിച്ചാന്ന് എനിക്ക് എപ്പോഴും അറിയത്തില്ല. പണ്ടൊക്കെ മുത്തശ്ശി പറയുമായിരുന്നു, നമ്മൾ ഉപ്പൊന്നും താഴെ കളയില്ലേ, ദോഷമാണെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം അത് ഉള്ളിൽ കിടക്കുന്നോണ്ടാണോ എന്തോ അപ്പം മുതലൊരു ആദി. ഞാനപ്പം ചേട്ടനെ ഫോൺ എടുത്ത് വിളിച്ചു, പക്ഷെ ഫോൺ എടുക്കുന്നുമില്ല. അപ്പം മുതലേ എന്നെ വിറയ്ക്കാൻ തുടങ്ങി. എന്തുവാന്ന് എനിക്ക് എന്തെങ്കിലും ഇച്ചിരി എന്തെങ്കിലും മതി, പിന്നെ അതേ കയറി ഇരിക്കും. എന്തുവായാലും ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് അന്ന് ഫുള്ള് രാവിലെ മുതൽ വൈകിട്ട് വരെ അങ്ങ് കഴിക്കുവോ. പിന്നെ കുറെ അന്ന് ഇടിയും മഴയും എന്തൊക്കെയോ അന്നത്തെ ദിവസം ഒരു രസമില്ലായിരുന്നു. ആ മഴയത്ത് അശോകണ്ണം വന്ന് കിടന്ന് കഥകെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നീ പെട്ടെന്ന് ഒരുങ്ങ്, ഇതുപോലെ അവന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അത് കേട്ടപ്പോഴത്തേനും എന്റെ ദൈവമേ, ഇപ്പോഴും ഓർക്കുമ്പോ എനിക്കങ്ങ് ഞാൻ പെട്ടെന്ന് പിന്നെ ഒരുങ്ങി കെട്ടി പോയി. ഒരുങ്ങി അവിടെ ചെന്നപ്പോഴത്തേനും ചോരെ കുളിച്ചോ കിടത്താണ്. ആ മനുഷ്യനൊന്നും പറയത്തില്ല. ദൈവമേ, ഫോണിന്റെ എല്ലാം കൂടി ഇരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തോ പറ്റോ, ഞാൻ ചോദിച്ചിട്ട് അനങ്ങുന്നില്ല. എനിക്ക് ഓർക്കുമ്പോ പിന്നെ കുറച്ച് ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടത്തി. അതിന് മാത്രം പൈസ ഉണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ കിടത്താനോ? പിന്നെ ഡോക്ടർ പറഞ്ഞു, എത്രയായാലും അങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല, നമുക്ക് അതങ്ങ് മാറ്റാം. അങ്ങ് മാറ്റി. ഇപ്പോഴും ഓർക്കുമ്പോ പേടിയാ. എനിക്ക് ഉപ്പൊക്കെ എടുക്കുമ്പോഴേ അങ്ങ് പേടിയാ.